തോമസ് സാറേ, നമസ്കാരം. നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് സത്യത്തിൽ നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു വിഷയം, എന്നാൽ ആ മാധ്യമങ്ങളിൽ പലപ്പോഴും വേണ്ടത്ര സൂക്ഷ്മതയോടെ വായനക്കാർക്ക് കൊടുക്കാത്ത ചില വിഷയങ്ങൾ. അമേരിക്കൻ തെരഞ്ഞെടുപ്പാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ട്രംപ് ഈ അമേരിക്കയിലെ യഥാർത്ഥ ജനകീയ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ക്യാമ്പയിനാണല്ലോ. അപ്പോൾ ക്യാമ്പയിനിൽ വലിയ തോതിൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിലത്തെ രണ്ട് വിശേഷങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, അദ്ദേഹത്തിന് വെടിയേറ്റു, കഷ്ടിച്ച് രക്ഷപ്പെട്ടു, ചെവിക്ക് മാത്രം വെടികൊണ്ട് ഒരു മണിക്കൂറുകൾക്കകം വീണ്ടും അദ്ദേഹം പൊതുരംഗത്ത് അതിൻ്റെ ബാൻഡേജൊക്കെ ഇട്ട് പ്രത്യക്ഷപ്പെട്ടു. അത് വളരെ ഒരു വല്ലാത്ത കാഴ്ചയായി ആളുകൾ ആഘോഷിച്ചു, ലോകം മുഴുവൻ. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചു. JB വാൻസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. പല കാരണങ്ങളാണ്. ചെറുപ്പക്കാരനാണ്, പല പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. ഒന്ന്, അദ്ദേഹം വലിയ തോതിൽ ട്രംപിൻ്റെ എതിർപക്ഷത്ത് നിന്ന ഒരാളാണ്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വെല്ലുവിളി ഉയർത്തിയ ഒരാളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആദ്യം ആരാണ് JB വാൻസ്, അമേരിക്കൻ പൊളിറ്റിക്സിൽ അദ്ദേഹത്തിൻ്റെ എൻട്രി എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ച്, അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്താണ്, എങ്ങനെയാണ് അമേരിക്കൻ പൊളിറ്റിക്സ് JB വാൻസിനെ കണ്ടു തുടങ്ങിയത്? JD വാൻസ് ജനശ്രദ്ധയിൽ വരുന്നത് 2016 അപ്പോൾ അദ്ദേഹം ഹീസ് വൺ ഹു ഹാഡ് സ്ട്രഗിൾഡ് എ ലോട്ട് ഇൻ ലൈഫ്. അദ്ദേഹത്തിൻ്റെ ഫാദർ നേരത്തെ കുടുംബത്തെ ഉപേക്ഷിച്ചു പോയി. മദർ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. അപ്പോൾ പിന്നീട് ഗ്രാൻഡ് മദറാണ് വളർത്തിക്കൊണ്ടുവന്നത്. അനാഥക്കുട്ടിയായിട്ടാണ് വളർന്നത്. പിന്നെ അദ്ദേഹം ഈസ് യേൽ യൂണിവേഴ്സിറ്റി പ്രൊഡക്റ്റ് ലോ സ്കൂളിൽ ലോ സ്കൂളിൽ നിന്നാണ് പഠിച്ചത്. അവിടെ വെച്ചാണ് ഈ പറയുന്ന നമ്മുടെ ഇന്ത്യക്കാരത്തിയായ ഉഷ ചിലുക്കുരി എന്ന് പറയുന്ന ഇന്ത്യൻ വംശജയാണ്. ഇന്ത്യൻ വംശജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീസ് ഫ്രം, അവരെ പരിചയപ്പെടുന്ന അവിടുന്നാണ്. ഇവരുടെ പേരൻസ് ആർ ഫ്രം കൃഷ്ണ ഡിസ്ട്രിക്റ്റ് ഇൻ ആന്ധ്രാപ്രദേശ്. അമ്മയുടെ പേര് ലക്ഷ്മി എന്നാണ്, അച്ഛൻ്റെ പേര് രാധാകൃഷ്ണ ചിലുക്കുരി എന്നാണ്. രാധാകൃഷ്ണ ചിലുക്കുരി എയറോഡൈനാമിക്സ് എഞ്ചിനീയർ ആയിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്. ചിലുക്കുരി ഒരു കുടുംബ പേരാവും അല്ലേ? ചിലുക്കുരി കുടുംബ പേരായിരിക്കണം. പിന്നെ ഇടയ്ക്ക് എയറോഡൈനാമിക്സ് എഞ്ചിനീയർ ആണ്. ആസാമിൽ സിലിഗുരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പക്ഷേ ഈ പേര് ചിലുക്കുരി ഈ പേര് ഇങ്ങനെയാണ് കേൾക്കുന്നത്, കുടുംബ പേരാവാനാണ് സാധ്യത. അപ്പോൾ അദ്ദേഹം ഇവിടുന്ന് എയറോഡൈനാമിക്സിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ബിടെക് കഴിഞ്ഞിട്ടാണ് അവിടെ പോയത്. അവിടെ ചെന്നിട്ടാണ് എയറോഡൈനാമിക്സിൽ സ്പെഷ്യലൈസ് ചെയ്ത് പിന്നെ അവിടെ ആ ജോലിയായിട്ട് തുടർന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് ലക്ഷ്മി വാസ് പ്രൊഫസറായിരുന്നു. അവരും ആന്ധ്രക്കാരിയാണ്. ലക്ഷ്മി എന്നാണ് പേര്. ലക്ഷ്മി രാധാകൃഷ്ണൻ നമുക്ക് പറയാം. അതെ, രാധാകൃഷ്ണൻ. അങ്ങനെ അവരും അവിടെ ചെന്ന് വിട്ടു. പിന്നെ അവിടെ വെച്ച് ഇവർ കണ്ടുമുട്ടി. അവിടെ ചെന്നു. അല്ല, ഈ രാധാകൃഷ്ണ ചിലക്കുരി ഇവിടുന്ന് മാരേജ് അങ്ങനെ അമേരിക്കയിൽ വെച്ച് കണ്ടുമുട്ടിയതല്ല, മാരേജ് ഇവിടുന്ന് കഴിഞ്ഞിട്ട് പോയതാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയൊക്കെ കുഞ്ഞുണ്ടാകുന്ന അവിടുന്നാണ്. ഉഷ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ US, അമേരിക്കയിലായിരുന്നു. അപ്പോൾ ഒരു സംഭവം ഈ ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ, ട്രംപും JD വാൻസുമായിട്ടുള്ള കണക്ഷനെ പറ്റി പറയുമ്പോൾ, 2016 ആണ് ആദ്യം ട്രംപ് മത്സരിച്ച് ജയിച്ച് പ്രസിഡന്റൊക്കെ ആകുന്നത്. അതിന് മുമ്പ് സാറേ ഒരു ആളുകൾക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യം, എനിക്ക് പ്രത്യേകിച്ച് അറിയാൻ താല്പര്യമുള്ള കാര്യം, ഇദ്ദേഹം നല്ല ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് റൈറ്റർ ആണെന്ന് പറയുന്നത്. അതെ, അദ്ദേഹം JD വാൻസ് ഹിൽബില്ലി എലിജി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഹിൽബില്ലി എലിജി. അപ്പോൾ ഈ ഹിൽബില്ലി എന്ന് പറയുമ്പോൾ നമ്മുടെ കൺട്രി ഫെലോ എന്നൊക്കെയുള്ള സാധാരണ നാടൻ ഗ്രാമീണൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഹിൽബില്ലി എന്ന് പറയുന്നത്. എലിജി നമുക്കറിയാലോ, വിലാപകാവ്യം, ഒരു കുരുത്തം കെട്ടവന്റെ വിലാപകാവ്യം എന്ന് പറയാം. അതെ, തനി ഗ്രാമീണനായ ഒരു വ്യക്തിയുടെ ഒരു വിലാപകാവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയിൽ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ റിച്ച് കൺട്രി. പക്ഷേ ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യക്കാർ അമേരിക്കയിൽ പോയേക്കുന്നവർ അവിടുത്തെ അമേരിക്കക്കാരെക്കാളും സന്തോഷമായിട്ടാണ് സമൃദ്ധമായിട്ടാണ് ജീവിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എഞ്ചിനീയർ മറ്റു ജോലിക്കാരൊക്കെയാണല്ലോ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ആവറേജ് അമേരിക്കക്കാരനേക്കാളും ബെറ്റർ ലൈഫാണ് ഇന്ത്യക്കാരൊരു പക്ഷേ അവിടെ ലീഡ് ചെയ്യുന്നത്. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, സാധാരണ ഓർഡിനറി വൈറ്റ് പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചെറുപ്പത്തിൽ തന്നെ അമ്മയും അച്ഛനൊക്കെ വേർപെട്ടു പോയി, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായല്ലോ. അപ്പം ഈ പറയുന്ന JD വാൻസിന്
അദ്ദേഹത്തിന്റെ അമേരിക്കക്കാരായ അച്ഛനും അമ്മയും നേരത്തെ പിരിഞ്ഞു, നേരത്തെ സെപ്പറേറ്റ് ചെയ്തു പോയി. നേരത്തെ പിരിഞ്ഞെന്ന് പറഞ്ഞാൽ ഫാദർ നേരത്തെ തന്നെ അവർ ഓ, വിട്ടുപോയി. അമ്മയെ പിന്നെ അമ്മയ്ക്കാണെങ്കിൽ അല്പം അഡിക്ഷൻ, ഡ്രഗ് അഡിക്ഷൻ പോലെ. അതാ ഈ ഒറ്റപ്പെടലും ഉണ്ടായിരിക്കും, അച്ഛൻ വിട്ടുപോയി. അതെ. അപ്പം അങ്ങനെ സങ്കടപ്പെട്ടൊക്കെയാണ് കഴിഞ്ഞിരുന്നത്. ഓ, ആ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. ആ ഒരു കുട്ടി ഇദ്ദേഹത്തിൻ്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇവരെ പിന്നീട് വളർത്തിയത് ഗ്രാൻഡ് മദറാണ്. ഓ, മുത്തശ്ശിയാണ്. അങ്ങനെ വളർന്ന് പിന്നെ 2016 ട്രംപ് ഈ മത്സരിക്കുന്ന സമയത്ത് ട്രംപിനെ കണ്ണിനേരെ കണ്ടുകൂടായിരുന്നു എന്നുള്ളൊരു അവസ്ഥയായിരുന്നു ഈ പറയുന്ന JD വാൻസിന്. അതെ. അദ്ദേഹം വിളിക്കാത്ത പേരുകളില്ല. ഈ പുസ്തകം ബെസ്റ്റ് സെല്ലറാണോ? ബെസ്റ്റ് സെല്ലർ, ഈവൻ അതർവൈസ് ഇറ്റ് ഇസ് എ ബെസ്റ്റ് സെല്ലർ ആയിരുന്നോ? നല്ല പുസ്തകം. 2016 ബെസ്റ്റ് സെല്ലർ. സിനിമയായി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നീട് സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്. ഈ നമ്മുടെ ട്രംപ് തന്നെ പണ്ട് അത് ഇറങ്ങിയ സമയത്ത് തന്നെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ട്രംപിന് ഇയാളെ അറിയാം ഈ പുസ്തകം വായിച്ചതുകൊണ്ട്. പക്ഷേ ട്രംപിന് ഇദ്ദേഹം പറയാത്ത പേരുകളൊന്നുമില്ല. 16 ഇലക്ഷനിൽ ട്രംപിനെതിരായി ഇദ്ദേഹം ക്യാമ്പയിൻ ഒരുപാട് പറഞ്ഞു നടന്നിട്ടുണ്ട്. ടെറിബിൾ ഫെലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അന്ന് ഇദ്ദേഹത്തിന് പൊളിറ്റിക്സ് ഉണ്ടോ? അദ്ദേഹം ഡെമോക്രാറ്റ് ആണോ? അന്ന് അദ്ദേഹം ഇല്ല, അങ്ങനെ ഡെമോക്രാറ്റ് ആയിട്ടൊന്നുമല്ല ഇദ്ദേഹത്തിന്. അതായത് ഇദ്ദേഹത്തിനുള്ള കംപ്ലൈൻറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രംപ് വന്നിട്ട് വെള്ളക്കാരുടെ വലിയ ഹീറോ ആയിട്ട് വരണം എന്ന് പറയുന്നു. പക്ഷേ വെള്ളക്കാർ പലരും, പ്രത്യേകിച്ച് പാവങ്ങൾ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്, അതൊന്നും മനസ്സിലാക്കുന്നില്ല ട്രംപ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ വെള്ളക്കാർ കഷ്ടപ്പെടുന്നത് സ്വയം മനസ്സിലാക്കിയിരിക്കുന്ന ഒരാളാണ് JD വാൻസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കഷ്ടപ്പാടൊക്കെ വെച്ച് നോക്കിയിട്ട് ട്രംപിന് എന്തറിയാം, ട്രംപ് വലിയ കോൺട്രാക്ടറും ബിൽഡറൊക്കെയാണ്, ഇഷ്ടംപോലെ പണവും പ്രതാപമായിട്ട് നടക്കുന്ന ഒരു വെള്ളക്കാരനാണ്. ഈ പാവപ്പെട്ട വെള്ളക്കാരൻ്റെ പ്രശ്നങ്ങളൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളൊരു പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം രംഗത്ത് വന്നത്. ചെറുപ്പക്കാരനുമാണല്ലോ. അതെ. അപ്പോൾ അദ്ദേഹത്തിന് US ഹിറ്റ്ലർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ടെറിബിൾ ഫെലോ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇഡിയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ കൾച്ചറൽ ഹെറോയിൻ എന്ന് വിളിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ പർവേർ ഓഫ് ഫോൾസ് പ്രോമിസസ് എന്ന് പറഞ്ഞിട്ട്, പർവേർ ഓഫ് ഫോൾസ് പ്രോമിസസ്, വ്യാജ വാഗ്ദാനങ്ങളും വിറ്റ് നടക്കുന്ന ഒരാൾ. ഈ കൾച്ചറൽ ഹെറോയിൻ എന്താ? കൾച്ചറൽ ഹെറോയിൻ എന്ന് പറയുമ്പോൾ, ഹെറോയിൻ നമുക്കറിയാലോ, ഈ മയക്കുമരുന്ന്. കൾച്ചറിന്റെ പേരും പറഞ്ഞ സംസ്കാരത്തിനകത്തെ മയക്കുമരുന്ന് എന്നുള്ള രീതിയിൽ അങ്ങനെ പല പേരുകളും വിളിച്ച് പറയാവുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറയാൻ പാടില്ല, പറയാത്ത തെറിയൊന്നുമില്ല. ഇഡിയറ്റ് എന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം ഇതൊക്കെ പറയുമ്പോഴും ഈ ട്രംപ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്, ഹിൽബില്ലി എലിജി എന്ന് പറഞ്ഞിട്ട്. അത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. ആ റെസ്പെക്ട് ട്രംപ് പ്രകടിപ്പിക്കുകയും ചെയ്തു. കുറച്ച് അങ്ങനെ റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. പിന്നീട് ഇദ്ദേഹം ഈ ട്രംപിൻ്റെ അടുത്ത് വരുന്നത് ദാറ്റ് വാസ് ഇൻ 2021. 2021 ട്രംപിനെ കാണാൻ പോകുന്നുണ്ട്. അത് കാണാൻ പോകണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 ഒഹായോയിൽ നിന്ന് അദ്ദേഹം സെനറ്ററായിട്ട് മത്സരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നു, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റായിട്ട്. അപ്പോൾ അതിനു മുമ്പ് ഇദ്ദേഹം ഈ ഇറാഖ് വാറിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നാൾ ചിലവഴിച്ചിട്ടുണ്ട്. പിന്നെ യേൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്തിട്ടുണ്ട്. അങ്ങനെ 2021 ട്രംപിനെ കാണാൻ പോയി. അപ്പോൾ ട്രംപ് ഈസ് വൺ ഹൂ ഡസൻ മിൻസ് വേർഡ്സ്, ബ്ലണ്ടായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ. ഇദ്ദേഹം അപ്പോയിൻമെൻ്റൊക്കെ ഫിക്സ് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ട്രംപിൻ്റെ കയ്യിൽ ഇദ്ദേഹം എഴുതിയിരിക്കുന്ന പേപ്പറുകളും മറ്റു സാധനങ്ങളൊക്കെ, ഈ ട്രംപിനെ പറ്റി എഴുതിയിരിക്കുന്ന സകല കാര്യങ്ങളൊക്കെ ഒരു പേപ്പർ മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കക്ഷി ചെല്ലുമ്പോൾ, അതായത് JD വാൻസ് ചെല്ലുമ്പോൾ. അപ്പോൾ JD വാൻസ് ചെന്നപാട് അല്ല, പക്ഷെ അതൊരു ഗ്രൗണ്ട് വർക്കാണ്, ഒരു ഹോം വർക്കാണ് അല്ലേ? ഒരാൾ നമ്മളെ കാണാൻ വരുന്നു, ഒരു രാഷ്ട്രീയ നേതാവ്. ആ രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്ത് ഒരു വിസിറ്റർ വരുന്നു. വിസിറ്റർ വരുമ്പോൾ അയാളുടെ മുഴുവൻ പ്രൊഫൈലും പഠിച്ചിട്ട് അയാളെ കാണാനിരിക്കുക എന്ന് പറയുന്ന ഒരു നല്ല ഹോംവർക്ക് അല്ലേ? നമ്മുടെ രാഷ്ട്രീയക്കാർ ഒരിക്കലും ചെയ്യാത്തത്. അതെ. അപ്പോൾ ഈ JD വാൻസ് റൂമിലേക്ക് കയറി വന്നപാട് ട്രംപ് യൂസ്ഡ് ആൻ എക്സ്പ്ലറ്റീവ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലറ്റീവ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ തെറി എന്ന് പറയുന്ന വാക്ക് അത്ര ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് തന്നെ എക്സ്പ്ലറ്റീവ് എന്ന് പറഞ്ഞ് ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം സംസാരം തുടങ്ങുന്നത്. ഞാൻ നിന്നെ എന്താ പറയുക, അസഭ്യം പറയാൻ പോകുന്നു എന്നുള്ള മട്ടിൽ, എനിക്ക് കുറച്ച് പറയാനുണ്ട്, നീ വാ, നിന്നെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ എന്നുള്ള മട്ടിൽ. അങ്ങനെ 2021 കണ്ടുമുട്ടി. ആദ്യം തന്നെ യൂസിങ് ആൻ എക്സ്പ്ലറ്റീവ് ഹി സ്റ്റാർട്ടഡ് ഹിസ് ടോക്ക്. അതൊക്കെ സംഭവിച്ചു. പക്ഷേ പിന്നീട് ഇവർ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് രണ്ടുപേർക്കും ഒരേ പോളിസീസാണ്. ഒന്ന് ഇമിഗ്രേഷനെ പറ്റിയാണ്. ഇമിഗ്രേഷനിൽ ഒരേ നിലപാടാണ് രണ്ടുപേർക്കും. ഒരേ നിലപാട്. പിന്നെ ബോർഡർ വാൾ എന്ന് പറഞ്ഞാൽ മെക്സിക്കോയുടെ സൈഡിൽ അവിടെ നിന്ന് വരുന്നവരെ തടയാനായിട്ട് പോകും, മതിൽ കെട്ടും. അത് രണ്ടുപേർക്കും ഒരേ നിലപാടാണ്.
പിന്നെ അബോർഷനെ പറ്റി പറഞ്ഞു. അബോർഷനിൽ രണ്ടുപേർക്കും ഒരു നിലപാടാണ്, അതായത് രണ്ടുപേരും എഗൻസ്റ്റ് അബോർഷൻ. അബോർഷൻ നിരോധിക്കണം. അതെ, അത് ട്രംപ് പണ്ടേ പറയുന്നതാണ്. ഇദ്ദേഹം അത് തന്നെയാണ്. JD വാൻസ് പറയുന്നത് ദിസ് പ്രഗ്നൻസി മേ ബി ദി റിസൾട്ട് ഓഫ് എ റേപ്പ് ഓർ ഈവൻ ഇൻസെസ്റ്റ്. അത് റേപ്പ് അല്ലെങ്കിൽ ഇൻസെസ്റ്റ് രണ്ട് കേസിലും അബോർഷൻ വേണ്ട എന്നുള്ള നിലപാടായിരുന്നു വാൻസിനുള്ളത്. ട്രംപിൻ്റെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ വാൻസ് ഈ അബോർഷൻ അനുവദിക്കുന്ന ഒറ്റ കേസിൽ മാത്രമാണ് അമ്മയുടെ ആരോഗ്യത്തിനോ ജീവനോ ഭീഷണിയാണെങ്കിൽ വേണ്ടെന്ന് വയ്ക്കണം. അപ്പോൾ അതാണ് അവരുടെ ഈ കാര്യങ്ങളിൽ. പിന്നെയുള്ളത് ഫോറിൻ പോളിസിയെ പറ്റിയാണ്. ഫോറിൻ പോളിസി രണ്ടുപേർക്കും ഒന്ന് തന്നെയാണ്. ചൈന നമ്മുടെ ശത്രുവാണ്, അവരെ എതിർത്തേ മതിയാകുള്ളൂ. പിന്നെ ചൈനയിൽ നിന്ന് എന്ത് സാധനം കൂടെ കൊണ്ടുവരികയാണെങ്കിലും ഗുഡ്സ് ബ്രോഡ് ഫോർ സെയിൽ ഷുഡ് ബി സബ്ജക്റ്റ് ടു ടാരിഫ്, ഹെവി ടാരിഫ് എന്നാണ് പറയുന്നത്. പിന്നെ യുക്രൈൻ്റെ ചുങ്കം അതെ കൂട്ടണം. പിന്നെ യുക്രൈൻ്റെ കാര്യത്തിൽ രണ്ടുപേർക്കും ഒരേ നിലപാടാണ്. ഈ യുക്രൈൻ കാര്യത്തിലും നേറ്റോയുടെ കാര്യത്തിലൊന്നും നമ്മളധികം തലപോഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് രണ്ടുപേരുടെയും സ്റ്റാൻഡ്. അതേസമയം ഇസ്രായേലിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇസ്രായേലിനോട് രണ്ടു കൂട്ടർക്കും വലിയ താല്പര്യമാണ്. ഇസ്രായേലിനെ അറ്റ് എനി കോസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം ക്ലൈമറ്റ് ചേഞ്ചാണ്. ക്ലൈമറ്റ് ചേഞ്ചിൽ രണ്ടുപേർക്കും വലിയ താല്പര്യമില്ല. അതായത് അത് പ്രകൃതി നോക്കിക്കോളും, നമ്മളിതിനെപ്പറ്റി അധികം വറിയടിക്കേണ്ട എന്നുള്ളതാണ്. പിന്നെ ട്രംപിന് ഇദ്ദേഹത്തിൻ്റെ ലോയൽറ്റി വളരെ ഇഷ്ടമാണ്. ലോയൽറ്റി അതായത് അന്ന് രണ്ടാമത് ഇലക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ബൈഡനെ വിന്നറായിട്ട് ഡിക്ലെയർ ചെയ്തല്ലോ. അങ്ങനെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് ഈ പറയുന്ന വാൻസ് പറയുന്നത്. അത് കേട്ടപ്പോഴും ട്രംപിന് വളരെ ഇഷ്ടമായി. അങ്ങനെ ഇവർ തമ്മിൽ വളരെ താല്പര്യമായി മാത്രമല്ല ഈ വൈഫിൻ്റെ ഇൻഫ്ലുവൻസ്, അതായത് വാൻസിൻ്റെ വൈഫുണ്ടല്ലോ ഇന്ത്യക്കാർ, അത് അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഇവർ ഒരുമിച്ചാണ് കാണാൻ പോയതല്ലേ? അല്ല, ആദ്യം ട്രംപിനെ കാണാൻ പോകുമ്പോൾ ഒരുമിച്ചല്ല ഒറ്റയ്ക്ക് പോയി. പിന്നീടാണ് ഇൻ കോഴ്സ് ഓഫ് ടൈം അവർ തമ്മിൽ അടുപ്പായി. ഇപ്പോൾ അങ്ങനെ വൈസ് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റുമായി എല്ലാവരും നല്ല പോപ്പുലർ സപ്പോർട്ടോടുകൂടി തന്നെ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ഇപ്പോൾ നാഷണൽ അതിൻ്റെ പാർട്ടിയുടെ കോൺഫറൻസ്, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അല്ലെങ്കിൽ GOP എന്ന് പറയും, ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്നാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം പറയാനായിട്ട്. അവരുടെ മീറ്റിങ്ങും കൺവെൻഷനൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ ഈ വാൻസിനെ ട്രംപിനോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ പരസ്പരം അകന്ന് നിന്ന് തെറി രണ്ടുപേരും ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ പബ്ലിക് ലൈഫിൽ പറഞ്ഞുകൊണ്ടിരുന്ന രണ്ടുപേർ മനസ്സ് തുറന്നു കഴിഞ്ഞപ്പോൾ അടുത്ത് പോളിസിയിലും നയത്തിലും പരിപാടികളിലും ലക്ഷ്യത്തിലും ഒക്കെ ഒന്നായി. ഒരു കാര്യം, രണ്ടുപേരുടെയും പ്രായമുണ്ടല്ലോ, വലിയ അന്തരം, നേരെ ഇരട്ടിയാണ്. വാൻസ് അബൌട്ട് 39 ആണ്, ട്രംപ് 78 മറ്റോ ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇരട്ടിയാണ്. അപ്പോൾ എന്തെങ്കിലും ട്രംപിന് പറ്റിയാലും JD വാൻസ് ഉണ്ട് ചെറുപ്പക്കാരുടെ ആയിട്ട്. അത് റിപ്പബ്ലിക്കൻസിന് ഒരു പ്രതീക്ഷയും കൂടിയാണ്, റിപ്പബ്ലിക്കൻസിന്. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് സാറിനത് ഫിനിഷ് ചെയ്യാം. അതായത് ഈ വാൻസ് ഉഷ ദമ്പതികളുടെ മക്കളിൽ 3 പേര് അല്ലേ? 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു പേര് കണ്ടിട്ട്, അല്ലേ? ഒരാൾക്ക് ഇന്ത്യൻ പേരാണ്, ഒരാളുടെ പേര് വിവേക്. മറ്റേ കുട്ടിയുടെ പേര് മിറബിൾ എന്നാണ്. മിറബിൾ ഗേൾ ബേബിയാണ്. പിന്നെ ഒരാളുടെ പേര് ഞാൻ ഓർക്കണല്ലോ കൃത്യം. ഇവാൻ, വിവേക് ആൻഡ് മിറബിൾ. റൈറ്റ്. ഈ 3 പേര്. എന്തായാലും അതിൽ ഒരു ഇന്ത്യക്കാർക്ക് കൂടി പ്രതീക്ഷ നൽകുന്ന ഒരു താരോദയമായി അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ്. ലക്ഷണം കണ്ടിട്ട് ഇക്കുറി ട്രംപിന് അനുകൂലമാണ് എല്ലാം അന്തരീക്ഷമെന്ന് തോന്നുന്നു. ബൈഡൻ വളരെ ക്ഷീണിതനാണ്, രോഗിയാണ്. ബൈഡന് ഇനി മത്സരിക്കാൻ പറ്റുമെന്നൊരു പ്രശ്നം കൂടിയുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചു എന്ന് പറയുന്നത്, അതും കൂടി ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കായിരുന്നു ഏറ്റവും വറി. കാരണം ഇദ്ദേഹത്തിന് പലപ്പോഴും ഓർമ്മയുടെയൊക്കെ പെശക് പറഞ്ഞുകൊണ്ട് ദി ഹോൾ പാർട്ടി വാസ് വറീഡ് അബൌട്ട് ഹിം. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഈ ആരോഗ്യ പ്രശ്നം കൂടി വന്നുകൊണ്ട് എനിക്ക് തോന്നുന്ന ബൈഡൻ്റെ ചാൻസ് വളരെ മിനിമം ആയിട്ടാണ്. എന്തായാലും ആര് ജയിക്കട്ടെ, അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ നയപരിപാടികൾ എന്തായിരുന്നാലും ഇന്ത്യക്കാർക്ക് സന്തോഷം നൽകുന്ന വിവരങ്ങളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത്. വൈഫുണ്ടല്ലോ ഉഷ. അപ്പോൾ വാൻ ഉഷ ദമ്പതികളുടെ ഒരു ഭാവി, അവരെക്കുറിച്ചുള്ള ഇന്ത്യൻ പ്രതീക്ഷകൾ അതാണ് നമ്മളിന്ന് പങ്കുവച്ചത്. നമുക്ക് ഇനിയും അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയേണ്ടി വരും എന്ന പ്രതീക്ഷയോടുകൂടി വാൻസിന്, ട്രംപ് ജയിച്ചാലും ഇല്ലെങ്കിലും വാൻസിന് വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി സർ.